രാത്രിയുടെ യാമത്തിൽ നീ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടുണ്ടോ? അതിൻ്റെ ശക്തി എത്രത്തോളമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വലിയ പ്രതിസന്ധി, അതായത് എരീഹോ കോട്ട പിടിച്ചടക്കണം, ഒരു രക്ഷയില്ല. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ജോഷുവ പാളയത്തിൽ ഉണർന്നിരിക്കുകയാണ്. ആ ഉണർന്നിരിക്കുന്നവൻ്റെ മുമ്പിലേക്ക് സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ അധിപതി ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി ഇറങ്ങി വന്നു? പുതിയ യുദ്ധതന്ത്രം, ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത, പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യം ആ രാത്രിയിൽ അവനത് പറഞ്ഞു കൊടുത്തു. രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദുഷ്ടൻ്റെതായ വല്ലാത്ത ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നീ പ്രാർത്ഥിക്കാനായി ഒരുങ്ങുമ്പോൾ ആ ദേശത്ത് സ്വർഗീയ സൈന്യം അലേർട്ട് ആകുകയും നിനക്ക് വേണ്ടി സാധാരണ ചില ദൂതന്മാരല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ദൂതസഞ്ചയത്തിലെ ഏറ്റവും വലിയ റാങ്കുകൾ വഹിക്കുന്ന ദൂതന്മാർ പോലും നീ പ്രാർത്ഥിക്കുന്ന മറുപടികൾ പറഞ്ഞു തരാൻ വേണ്ടി ഇറങ്ങി വരും. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, അടുത്ത ഒരു മാസം നിങ്ങൾക്ക് രാത്രിയിൽ ഒരു സമയം വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? 2 മണി, 3 മണി, 4 മണി, അങ്ങനെയുള്ള സമയത്തിന് പ്രത്യേകതകളുണ്ട്. അത് പുറകാലെ പറയാം. ആ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്തെ സെലക്ട് ചെയ്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂർ ആ സമയത്തൊന്ന് പ്രാർത്ഥിക്കാമോ? 30 ദിവസത്തെ ചലഞ്ച് ഒന്ന് ഏറ്റെടുത്ത് നീ മുമ്പോട്ടൊന്ന് പോയേ. അവിടെ ആ 30-ാം ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ അസാധാരണമായ വിടുതൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ കാണുക തന്നെ ചെയ്യും. അതാണ് രാത്രിയാമത്തിലെ പ്രാർത്ഥനയുടെ അസാധാരണമായ ശക്തി. അങ്ങനെ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങിയാൽ പിന്നീട് രാത്രി പ്രാർത്ഥന നീ ഒഴിവാക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതും. അതുകൊണ്ട് രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്ക്. അവിടെ അസാധാരണമായ അത്ഭുതം സംഭവിക്കും. രാത്രിയുടെ യാമത്തിൽ പത്രോസ് ഇപ്പോൾ കാരാഗ്രഹത്തിനകത്തിൽ കിടന്നുറങ്ങുകയാണ്. പക്ഷേ ആ രാത്രിയിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി ദൂതനിറങ്ങി 1-ാം കാവലും 2-ാം കാവലും 3-ാമത്തെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്ന് പത്രോസിനെ പുറത്ത് സേഫ് സോണിൽ കൊണ്ടുവന്ന ആ ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എങ്കിൽ പ്രിയ ദൈവവേദലേ, രാത്രിയിലെ പ്രാർത്ഥന അത് വൃഥാവായി പോകത്തില്ല. അതുകൊണ്ട് രാത്രി പ്രാർത്ഥന ആരംഭിച്ചു തുടങ്ങുക. അത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ അത് അസാധാരണമായ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ പുതിയ ശക്തിയെ പ്രാപിച്ചു മുന്നേറുവാനുള്ള പുതിയ ബലം നിന്റെ ജീവിതത്തിൻ്റെ മേൽ അത് സംഭവിച്ചു തുടങ്ങട്ടെ. അതിന് കർത്താവിൻ്റെ ദൂതന്മാരും പരിശുദ്ധാത്മാവും നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മേൽ അത് വലിയ ചലനത്തിന് കാരണമാകട്ടെ. ഇങ്ങനെ രാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചിട്ടുള്ളവരാണ് എങ്കിൽ നിശ്ചയമായും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി ഇടവിൽ നിൽക്കാം. കർത്താവ് സഹായിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.